യുഎസ്എസിനും PSCക്കും ചോദിക്കാൻ സാധ്യതയുള്ള ടെക്സ്റ്റ് ബുക്കിലെ ചില പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. വാട്ട് പവർ ഓഫ് 2 ഈസ് ഗോട്ട് ബൈ മൾട്ടിപ്ലൈയിങ് 2⁵5 ആൻഡ് 2 ക്യൂബ്? 2⁵5നെ 2 ക്യൂബ് കൊണ്ട് ഗുണിച്ചാൽ 2ന്റെ എത്രാമത്തെ കൃതി കിട്ടും എന്നാണ് ചോദ്യം. 2⁵5 ഗുണം 2⁵3 ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം x⁻m × x⁻n എന്ന് പറയുന്നത് x⁻m + n ആണ്. അപ്പോൾ 2⁵5 × 2⁵3 എന്ന് പറയുന്നത് 2⁵5 + 3 ആയിരിക്കും. ദാറ്റ് ഈസ് 2⁵8 ആയിരിക്കും ആൻസർ. What is the number 10 square × 10⁵5 in ordinary language? 10 സ്ക്വയർ ഗുണം 10⁵5 എന്ന സംഖ്യയുടെ സാധാരണ ഭാഷയിലെ പേര് എന്ത് എന്നാണ് ചോദ്യം. 10 സ്ക്വയർ ഗുണം 10⁵5നെ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം x⁻m × x⁻n എന്ന് പറയുന്നത് x⁻m + n ആണ്. അപ്പോൾ 10 സ്ക്വയർ × 10⁵5 എന്ന് പറഞ്ഞാൽ 10⁵2 + 5 ആയിരിക്കും. ദാറ്റ് ഈസ് 10⁵7 ആയിരിക്കും. 10⁵7 എന്ന് പറഞ്ഞാൽ 1 ഇട്ടിട്ട് എത്ര സീറോസ് ഇടണം? 7 സീറോസ് ഇടണം. ഇതിനെ സാധാരണ ഭാഷയിൽ നമുക്ക് എങ്ങനെ വായിക്കാം? ഇതെന്ന് പറഞ്ഞാൽ 1 crore അഥവാ 1 കോടി ആണ്. What power of 2 is twice 2⁻10? 2⁻10 എന്ന സംഖ്യയുടെ 2 മടങ്ങ് 2ന്റെ എത്രാമത്തെ കൃതിയാണ്? 2⁻10ന്റെ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ 2 × 2⁻10 ആണല്ലോ. 2 എന്ന് പറഞ്ഞാൽ 2ന്റെ പവർ എത്രയാണ്? 2⁻1. അപ്പോൾ 2⁻1 × 2⁻10 എന്ന് പറയും. x⁻m × x⁻n എന്ന് പറഞ്ഞാൽ x⁻m + n ആണ്. അപ്പോൾ 2⁻1 × 2⁻10 എന്ന് പറഞ്ഞാൽ 2⁻1 + 10 ദാറ്റ് ഈസ് 2⁻11 ആയിരിക്കും. What must be added to 2⁻10 to get 2⁻11? 2⁻10നോട് എത്ര കൂട്ടിയാൽ 2⁻11 കിട്ടും? x⁻m × x⁻n എന്ന് പറയുന്നത് x⁻m + n ആണ്. അപ്പോൾ 2⁻11 എന്ന് പറയുന്നത് 2⁻10 × 2⁻1 ആയിരിക്കും. 2⁻1 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണല്ലോ. അതെന്ന് വെച്ചാൽ 2 × 2⁻10 ആയിരിക്കും. അതായത് 2⁻10ന്റെ 2 മടങ്ങ്. 2⁻10ന്റെ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ 2⁻10നോട് എന്ത് പ്ലസ് ചെയ്യുന്നതാണ്? 2⁻10 2 പ്രാവശ്യം പ്ലസ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ 2 × 2⁻10 എന്ന് പറയുന്നത് 2⁻10 + 2⁻10 ആണ്. അപ്പോൾ 2⁻11 എന്ന് പറയുന്നത് 2⁻10നോട് 2⁻10 പ്ലസ് ചെയ്യുന്നതാണ്. ഓക്കെ. What must be added to 3⁻10 to get 3⁻11? 3⁻10നോട് എത്ര കൂട്ടിയാൽ 3⁻11 കിട്ടും? x⁻m × x⁻n is equal to x⁻m + n ആണ്. അപ്പോൾ 3⁻11 എന്ന് പറയുന്നത് 3⁻10 × 3⁻1 ആണ്. 3⁻1 എന്ന് പറഞ്ഞാൽ 3 ആണല്ലോ. അപ്പോൾ ഇത് എന്ന് പറയുന്നത് 3 × 3⁻10 ആണ്. അതായത് 3⁻10ന്റെ 3 മടങ്ങ്. 3⁻10ന്റെ 3 മടങ്ങ് എന്ന് പറയുന്നത് 3⁻10 എത്ര പ്രാവശ്യം പ്ലസ് ചെയ്യുന്നതാണ്? 3⁻10 3 പ്രാവശ്യം പ്ലസ് ചെയ്യുന്നതാണല്ലോ 3⁻10ന്റെ 3 മടങ്ങ് എന്ന് പറയുന്നത്. അപ്പോൾ 3⁻10 + 3⁻10 + 3⁻10 ആണ് 3 × 3⁻10 എന്ന് പറയുന്നത്. അപ്പോൾ 3⁻11 എന്ന് പറയുന്നത് 3⁻10നോട് എന്ത് പ്ലസ് ചെയ്യുന്നതാണ്? 3⁻10 വീണ്ടും 2 പ്രാവശ്യം കൂടെ പ്ലസ് ചെയ്യുന്നതാണ്. അതായത് 2 × 3⁻10 പ്ലസ് ചെയ്യുന്നതാണ്. ഓക്കെ.